CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിലെ സീതാറാം യെച്ചൂരി നഗറിൽ ഉജ്ജ്വല തുടക്കം. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നയിക്കുന്നത് ഹിന്ദുത്വ കോർപ്പറേറ്റ് മിശ്ര സർക്കാരിനെ എന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന ഭിന്നതയ്ക്കെതിരെ പ്രചാരണം നടത്തേണ്ടത് ഇടതുപക്ഷത്തിന്റെ ചുമതലയാണെന്ന് വിവിധ ഇടതു പാർട്ടി ദേശീയ നേതാക്കളെ വേദിയിലിരുത്തി പ്രകാശ് കാരാട്ട് പറഞ്ഞു. തമിഴക രാഷ്ട്രീയത്തിന്റെ തനത് ആഘോഷത്തോടെയായിരുന്നു പാർട്ടി കോൺഗ്രസിന് പതാക ഉയർന്നത്. മുതിർന്ന നേതാവും മുൻ PB അംഗവുമായ ബിമൻ ബസു ചെങ്കൊടി ഉയർത്തി. ആവേശത്തോടെ നേതാക്കളും പ്രവർത്തകരും രക്തപതാകയെ അഭിവാദ്യം ചെയ്തു. പ്രതിനിധി സമ്മേളനം PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാറിനെയും മോദി സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച ഉദ്ഘാടന പ്രസംഗം. കേരളത്തിലെ പിണറായി സർക്കാരിനെ പ്രകാശ് കാരാട്ട് പുകഴ്ത്തി. കേരളത്തിലെ LDF സർക്കാർ കേന്ദ്ര നയങ്ങൾ എതിർക്കുന്നതിൽ മുന്നിൽ നിന്നു. കേരള സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് വിവേചനം നേരിടുന്നുവെന്നും കാരാട്ട്. The LDF government in Kerala has been in the forefront in opposing the anti-people policies of the central government. Because the LDF government has sought to implement alternative policies, it is facing hostility and discrimination by the union government. 5 ദിവസം നീളുന്ന 24-ാം പാർട്ടി കോൺഗ്രസിൽ ഇന്ന് കരട് രാഷ്ട്രീയ പ്രമേയം, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചു. നാളെ ഇതിൽ ചർച്ച നടക്കും. ഭേദഗതികളുള്ളതിനാൽ ചർച്ച സജീവമാകും. നാളെ വൈകിട്ട് 4-ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. പുതിയ PBയും CCയും പാർട്ടി ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുത്താണ് പാർട്ടി കോൺഗ്രസ് സമാപിക്കുക. തമിഴകത്തിൽ പാർട്ടിക്കു പണ്ടേ കരുത്തുള്ള മധുരയിൽ പ്രൗഢഗംഭീരമായാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമായത്. ഇനി 2 കാര്യങ്ങളാണ് പ്രധാനം. ദേശീയ രാഷ്ട്രീയത്തിൽ CPIMന്റെ സാന്നിധ്യമുറപ്പിക്കാനുള്ള പുതിയ അടവ് നയങ്ങൾ എന്താണ്? ഒപ്പം പാർട്ടിയെ നയിക്കാൻ ആരാണ് പുതിയ ജനറൽ സെക്രട്ടറി? ഇത് രണ്ടിനും ഇനി 4 നാളുകൾ കാത്തിരിക്കണം. ക്യാമറാമാൻ രാജേഷ് വള്ളരിക്കൊണ്ടിനൊപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം, 24.